JPCയുടെ നിർദ്ദേശങ്ങളെല്ലാം തന്നെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് വമ്പൻ മാറ്റങ്ങളോടുകൂടി വഖഫ് ബില്ല് പേരുമാറ്റി പാർലമെന്റിൽ എത്തിയിരിക്കുകയാണ്. ഇത് ഇപ്പോൾ നരേന്ദ്രമോദി സർക്കാർ പാർലമെന്റിൽ വച്ചിരിക്കുകയാണ് എന്ന സുപ്രധാനമായിട്ടുള്ള റിപ്പോർട്ടുകളാണ് വരുന്നത്. നേരത്തെ വഖഫ് ബില്ലിനെ ചൊല്ലിയുള്ള തർക്കമെന്ന് പറയുന്നത് വഖഫ് ബില്ലിൽ മറ്റുള്ളവർ പറയുന്ന ശുപാർശകൾ ഒന്നും തന്നെ അംഗീകരിക്കുന്നില്ല എന്നുള്ളതായിരുന്നു. എന്നാൽ പേര് പോലും മാറ്റിക്കൊണ്ടാണ് വഖഫ് ബില്ല് ഇപ്പോൾ നിലവിൽ വന്നിരിക്കുന്നത്. ആ മാറ്റം എന്തൊക്കെയാണ് എന്ന് ഞാൻ പറയാം. നേരത്തെ വഖഫ് ബില്ലായിരുന്നുവെങ്കിൽ ഇപ്പോൾ മോഡി ക്യാബിനറ്റ് വഖഫ് ബില്ലിനെ ഒരു ഹിസ്റ്റോറിക് വഖഫ് ബില്ലാക്കി മാറ്റിയിരിക്കുന്നു എന്ന് തന്നെയാണ് മാധ്യമങ്ങളെല്ലാം റിപ്പോർട്ട് ചെയ്യുന്നത്. ഇനി മുതൽ ഇത് യൂണിഫൈഡ് വഖഫ് മാനേജ്മെൻറ്റ് എംപവർമെൻറ്റ് എഫിഷ്യൻസി ആൻഡ് ഡെവലപ്മെൻറ്റ് ബിൽ എന്നാണ് അറിയപ്പെടാൻ പോകുന്നത്. UMEED എന്നാണ് ഇതിൻ്റെ ഷോർട്ട് ഫോം എന്ന് പറയുന്നത്. മാർച്ച് 10 ഇത് പാർലമെൻറ്റിൽ വയ്ക്കും എന്നാണ് നമുക്കിപ്പോൾ കിട്ടുന്ന റിപ്പോർട്ടുകൾ പ്രകാരം നമുക്ക് പറയാനായി സാധിക്കുന്നത്. കഴിഞ്ഞ വഖഫ് ബില്ലിനെ ഘടന, അതായത് ഇവർ ഈ വഖഫ് ബില്ലിൽ ഞങ്ങൾ പറഞ്ഞ നിർദ്ദേശം കൂടെ ഉൾപ്പെടുത്തണമെന്ന് പറഞ്ഞപ്പോൾ വളരെ ശക്തമായിട്ടുള്ള ഒരു UMEED തന്നെ ഇപ്പോൾ ഫോമായി വന്നിരിക്കുന്നു എന്നാണ് മാധ്യമങ്ങളുടെ റിപ്പോർട്ടുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സംയുക്ത പാർലമെന്ററി കമ്മിറ്റി റിപ്പോർട്ടിൽ നിന്നുള്ള ശുപാർശകൾ കൂടെ ഉൾപ്പെടുത്തിയാണ് 2024 വഖഫ് ഭേദഗതി ബില്ല് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. വഖഫ് സ്വത്തുക്കളുടെ നിയന്ത്രണവും മാനേജ്മെന്റും മെച്ചപ്പെടുത്താൻ ലക്ഷ്യമിടുന്ന ബില്ല് പാർലമെന്റിന്റെ ബജറ്റ് സമ്മേളനത്തിന്റെ 2ാം ഭാഗത്തിൽ അവതരിപ്പിക്കും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും പ്രതിപക്ഷ അംഗങ്ങളുടെ എതിർപ്പുകളെല്ലാം തന്നെ അവഗണിച്ച് BJPയും NDA നിയമസഭാംഗങ്ങളും നിർദ്ദേശിച്ച എല്ലാ ഭേദഗതികളും ഇതിൽ അംഗീകരിക്കപ്പെട്ടു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. പ്രതിപക്ഷം നിർദ്ദേശിച്ച സകല ഭേദഗതികളും ഇപ്പോൾ BJP സർക്കാർ യാതൊന്നും തന്നെ വകവയ്ക്കാതെ അതെല്ലാം നിർദാക്ഷിണ്യം തള്ളിക്കളയുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാനായി സാധിച്ചത്. അതുകൊണ്ട് തന്നെ ഈ ബില്ല് കൂടുതൽ ശക്തിപ്പെട്ടു എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. ഇസ്ലാമിക പാരമ്പര്യത്തിൽ വഖഫ് എന്നത് മുസ്ലിം സമൂഹത്തിൻ്റെ പ്രയോജനത്തിനായി നൽകുന്ന ഒരു ജീവകാരുണ്യ പ്രവർത്തനം അല്ലെങ്കിൽ മതപരമായിട്ടുള്ളൊരു സംഭാവനയാണ്. എന്നാൽ ഇതിൽ കൊണ്ടുവന്നിരിക്കുന്ന പ്രധാനപ്പെട്ട മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞു തരാം. അതിനു മുമ്പ് ഈ വഖഫ് ബില്ലിൻ്റെ പേരുമാറ്റലുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുള്ള നിങ്ങൾക്കുണ്ടായ പല സംശയങ്ങളും ദൂരീകരിക്കാം. പുതുക്കിയ നിയമനിർമ്മാണത്തിൻ്റെ പേര് ഏകീകൃത വഖഫ് മാനേജ്മെൻറ്റ് ശാക്തീകരണം, കാര്യക്ഷമത, വികസനം എന്നിങ്ങനെയാണ്. അങ്ങനെയാണ് ഈ ബില്ല് പുനർനാമകരണം ചെയ്തിരിക്കുന്നത്. ശാക്തീകരണം, വികസനം, ഫലപ്രദമായ ഭരണം എന്നിവയിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് ബോർഡുകളുടെയും സ്വത്തുക്കളുടെയും മാനേജ്മെൻറ്റിൻ്റെയും കാര്യക്ഷമതയും വർദ്ധിപ്പിക്കുന്നതിനുള്ള ബില്ലിൻ്റെ വിശാലമായ ലക്ഷ്യത്തിനെയാണ് ഈ പുതിയ പേര് പ്രതിഫലിപ്പിക്കുന്നത് അല്ലെങ്കിൽ പ്രതിധ്വനിക്കുന്നത് എന്നുള്ളതാണ് ഈ പേര് മാറ്റലിന് കേന്ദ്ര സർക്കാർ നൽകുന്ന നിർദ്ദേശം എന്ന് പറയുന്നത്. ഇനി ഇതിലെ പ്രധാന ഭേദഗതികൾ എന്താണെന്ന് നമുക്ക് നോക്കാം. ബില്ലിൽ നിരവധി പ്രധാന ഭേദഗതികൾ, നേരത്തെയുള്ള ബില്ലിൽ നിന്നും പ്രധാന ഭേദഗതികൾ ഉൾപ്പെടുന്നു. അത് എന്ന് പറഞ്ഞാൽ സ്ത്രീ പ്രാതിനിധ്യവുമായി ബന്ധപ്പെട്ടതാണ്. വഖഫ് മാനേജ്മെൻറ്റിൽ സ്ത്രീകളുടെ പങ്കാളിത്തം പ്രോത്സാഹിപ്പിക്കുന്നതിനായി 2 മുസ്ലിം സ്ത്രീകൾ സ്റ്റാറ്റ് ബോർഡുകളിലും സെക്ഷൻ 14 പ്രകാരം സെൻട്രൽ കൗൺസിലിലും സെക്ഷൻ 9 പ്രകാരവും അംഗങ്ങളായി തുടരും എന്നുള്ളതാണ് ഇതിൽ ആദ്യത്തെ ഭേദഗതി എന്ന് പറയുന്നത്. OBC പ്രാതിനിധ്യമാണ് രണ്ടാമത്തെ ഭേദഗതി എന്ന് പറയുന്നത്. മുസ്ലിം OBC സമുദായത്തിൽ നിന്നുള്ള ഒരു അംഗത്തെ സംസ്ഥാന വഖഫ് ബോർഡുകളിൽ സെക്ഷൻ 14 പ്രകാരം ഉൾപ്പെടുത്തുമെന്നുള്ളതാണ് രണ്ടാമത്തെ ഭേദഗതി എന്ന് പറയുന്നത്. ഇനി പ്രത്യേക ബോർഡുകളെ കുറിച്ചുള്ളതാണ് മൂന്നാമത്തെ ഭേദഗതി എന്ന് പറയുന്നത്. സംസ്ഥാന സർക്കാരുകൾക്ക് അഖഖാനി, ബോറ സമുദായങ്ങളുടെ വ്യത്യസ്തമായ മതപരമായ ആവശ്യങ്ങൾ അംഗീകരിച്ചുകൊണ്ട് പ്രത്യേക ബോർഡുകൾ സ്ഥാപിക്കാവുന്നതാണ് സെക്ഷൻ 13 പ്രകാരം. ഇതാണ് മൂന്നാമത്തെ ഭേദഗതി എന്ന് പറയുന്നത്. ഇനി നാലാമത്തെ ഭേദഗതി വളരെ സുപ്രധാനമായിട്ടുള്ള ഭേദഗതിയാണ്. സ്ത്രീകളുടെ അവകാശങ്ങളുമായി ബന്ധപ്പെട്ടുള്ള ഭേദഗതിയാണിത്. അലാൽ ഔലാദിൽ, അതായത് കുടുംബ വഖഫുകൾ, സ്ത്രീ അവകാശികൾക്ക് അവരുടെ അർഹമായ വിഹിതം ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കണം. അങ്ങനെ ഉറപ്പാക്കിയ ശേഷം മാത്രമേ സ്വത്തുക്കൾ നിങ്ങൾക്ക് മറ്റാർക്കെങ്കിലും വഖഫിന് സമർപ്പിക്കുകയാണെങ്കിൽ വഖഫിന് സമർപ്പിക്കാൻ സാധിക്കുകയുള്ളൂ. സ്ത്രീകൾക്കുള്ള അവകാശങ്ങൾ അവർക്ക് തന്നെ നൽകണം. അതിനുശേഷം മതി ഏത് വഖഫും എന്നാണ് ഇത് പറഞ്ഞിരിക്കുന്നത്. വകുപ്പ് 3A പ്രകാരമാണ് ഇത് ഉണ്ടാകുന്നത്. ഇനി ഉപയോക്താവിൻ്റെ അംഗീകാരമാണ് ഇതിൽ നാലാമത്തെ ഒരു പ്രധാനപ്പെട്ട ഒരു ഭേദഗതി എന്ന് പറയുന്നത്. തർക്കത്തിലുള്ളതോ സർക്കാർ ഉടമസ്ഥതയിലുള്ളതോ ആയ സ്വത്തുക്കളുടെ കേസുകളിൽ ഒഴികെ ഉപയോക്താവ് രജിസ്റ്റർ ചെയ്ത വഖഫ് അംഗീകരിക്കുന്നത് തുടരും എന്നുള്ളതാണ് ഇതിൽ അടുത്ത ഭേദഗതി. ഇനി അഞ്ചാമത്തേത് പരിമിതി നിയമ അപേക്ഷയാണ്. വഖഫ് സംബന്ധമായ കേസുകളിൽ നിയമത്തിൻ്റെ ആരംഭം മുതൽ പരിമിതി നിയമം ബാധകമാകും. ഇത് തർക്ക പരിഹാരം സമയബന്ധിതമായി പൂർത്തീകരിക്കാനുള്ള ഒരു നിയമമാണ്. അങ്ങനെ ഒരു ഭേദഗതിയാണ്. ഇതും ഉണ്ടായേക്കും. വകുപ്പ് 107 പ്രകാരമാണിത്. ഇനി അടുത്ത ഭേദഗതി ഓൺലൈൻ രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ടതാണ്. ഒരു ഓൺലൈൻ രജിസ്ട്രേഷൻ പ്രക്രിയ ഒരു സമർപ്പിത പോർട്ടൽ വഴി അതിൻ്റെ സ്വത്തുക്കളുടെ ജീവിതചക്രം ഓട്ടോമാറ്റിക് ചെയ്യും എന്നുള്ളതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇനി സുതാര്യമായിട്ടുള്ള നടപടികൾക്കുള്ള ഭേദഗതിയാണ്. ബോർഡുകൾ 6 മാസത്തിനുള്ളിൽ എല്ലാ വഖഫ് സ്വത്തുക്കളുടെയും വിശദാംശങ്ങൾ ഒരു കേന്ദ്ര പോർട്ടലിൽ അപ്ലോഡ് ചെയ്തിരിക്കണം എന്നുള്ളതാണ്. ട്രിബ്യൂണലിന് കേസ് അനുസരിച്ച് കാലാവധി നീട്ടാനും അനുമതി നൽകാവുന്നതാണ് എന്നുള്ളതാണ്. ഇനി സർക്കാരിൻ്റെ സ്വത്ത് അന്വേഷിക്കലുമായി ബന്ധപ്പെട്ട ഭേദഗതിയാണ് അടുത്തത്. ഒരു
ഒരു സർക്കാർ സ്വത്ത് സ്വന്തം സ്വത്തായി അവകാശപ്പെട്ടാൽ സംസ്ഥാന സർക്കാർ നിയമിക്കുന്ന കളക്ടർ റാങ്കിന് മുകളിലുള്ള ഒരു ഉദ്യോഗസ്ഥൻ അന്വേഷണം നടത്തും. ആ ഉദ്യോഗസ്ഥനെ ചോദ്യം ചെയ്യാൻ പാടില്ല. റിപ്പോർട്ട് സമർപ്പിക്കുന്നതുവരെ അത്തരം സ്വത്തുക്കൾ വഖഫായി സെക്ഷൻ 3C പ്രകാരം കണക്കാക്കപ്പെടില്ല എന്നുള്ളതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്. ഇനി മുസ്ലിം ട്രസ്റ്റുകളെ ഒഴിവാക്കുന്നതാണ് അടുത്ത ഭേദഗതി എന്ന് പറയുന്നത്. നിയമപരമായ വൈരുദ്ധ്യങ്ങൾ തടയുന്നതിനായി ട്രസ്റ്റ് നിയമങ്ങളാൽ നിയന്ത്രിക്കപ്പെടുന്ന മുസ്ലിം ട്രസ്റ്റുകളെ 1995 സെക്ഷൻ 2A പ്രകാരമുള്ള വഖഫ് നിയമത്തിൽ നിന്ന് ഒഴിവാക്കും എന്നുള്ളതാണ് അടുത്ത ഭേദഗതി എന്ന് പറയുന്നത്. ഇനി ഇതിൽ ദുർബല വിഭാഗങ്ങൾക്കുള്ള പിന്തുണയാണ്. അതായത് എല്ലാ മേഖലയിലുള്ള സ്ത്രീകൾക്കും OBCക്കും മുസ്ലിം ദളിതർക്കും അല്ലാതെ ഉള്ള ആൾക്കാർക്കും ദുർബലമായിട്ടുള്ള ആൾക്കാർക്കും എല്ലാവർക്കും വേണ്ടിയുള്ള ഒരു സംയുക്തമായിട്ടുള്ള ഒരു ഫുൾ ഫ്ലെഡ്ജ്ഡ് ബില്ലാണ് വരാൻ പോകുന്നത്. ഇതിൽ ദുർബല വിഭാഗങ്ങൾക്കുള്ള പിന്തുണ വഖഫ് വ്യക്തമാക്കിയിട്ടുണ്ടെങ്കിൽ ഔലാദിൽ നിന്നുള്ള വരുമാനം വിധവകൾ, വിവാഹമോചിതരായ സ്ത്രീകൾ, അനാഥർ എന്നിവരെ പിന്തുണയ്ക്കാൻ ഉപയോഗിക്കാം എന്നുള്ളതാണ്. ഇനി അടുത്തത് അപ്പീൽ പോകാനുള്ള പ്രക്രിയയുമായി ബന്ധപ്പെട്ടുള്ള ഭേദഗതിയാണ്. ട്രൈബ്യൂണൽ തീരുമാനങ്ങൾ അന്തിമമായിരിക്കില്ല എന്നുള്ളതാണ്. അതായത് വഖഫ് ട്രിബ്യൂണലിൻ്റെ തീരുമാനം എന്തെടുത്താലും, അതായത് ഒരു ഭൂമി നിങ്ങളുടേതാണ് എന്ന് നിങ്ങൾ പറയുകയും വഖഫ് അവരുടേതാണെന്ന് പറയുകയും എന്നാൽ വഖഫ് കോടതിയിൽ വഖഫ് ട്രൈബ്യൂണലിൽ നിങ്ങൾ പോകുമ്പോൾ വഖഫ് വീണ്ടും പറയുകയാണ് ഞങ്ങളുടെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അന്തിമമായിരിക്കും. എന്നാൽ ഇനി അങ്ങനെയുള്ള വിധികളൊന്നും ഇവിടെ നടക്കില്ല. ഇത് അന്തിമമല്ല എന്നാണ് പറയുന്നത്. പരാതിയുള്ള കക്ഷികൾക്ക് 90 ദിവസത്തിനുള്ളിൽ ഹൈക്കോടതിയിൽ പോകാമെന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇതൊരു വലിയ മാറ്റം തന്നെയാണ്. ഇനി അടുത്തതായിട്ട് ഓൺലൈൻ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റുകൾ സെൻട്രൽ പോർട്ടൽ വഴിയാണ് ഓൺലൈൻ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് നൽകുന്നത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. എന്തായാലും BJP MP ജഗദാംബിക പാൽ അധ്യക്ഷനായ JPC ഭരണകക്ഷി അംഗങ്ങളുടെ 16 വോട്ടുകളും പ്രതിപക്ഷ അംഗങ്ങളുടെ 10 വോട്ടുകളും നേടി കരട് റിപ്പോർട്ട് അംഗീകരിച്ചു. എന്തായാലും ഈ JPC കമ്മിറ്റിയുടെ ഈ നിർണായകമായിട്ടുള്ള ശുപാർശകൾ ഈ ബില്ലിൽ ഭേദഗതിയിൽ വലിയ പങ്ക് വഹിച്ചു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാനും സാധിക്കുന്നത്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.